വന്യജീവികൾ സ്വാഭാവികമായി വനത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ ഒരുക്കല്ലല്ലോ. പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ആരുടെ നേതൃത്വത്തിലാണ് ഈ സമയം? ജനങ്ങളാണോ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷെ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വന്യജീവി ആക്രമണത്തിൽ ജീവനും സ്വത്തിനും വിലയില്ലാതെയായി മാറി കേരളത്തിലെ ഒരു ജില്ലയിലെ നാട്ടുകാർ. മറ്റൊരു വഴിയുമില്ലാതെ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവൻ സംരക്ഷിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ, വന്യജീവികളെ വനത്തിനുള്ളിൽ നിർത്താനുള്ള നടപടിയെടുക്കാൻ വനം വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയൊരു മന്ത്രി എന്ന് ചോദിച്ചാണ് കത്തോലിക്ക കോൺഗ്രസും മാനന്തവാടി രൂപതയും അടക്കം പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുന്നത്. വേണ്ടത് സംയമനവും സംയുക്തവുമായ ചർച്ചയാണെന്നും അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനമാണ് ഉണ്ടാകേണ്ടതെന്നും മറിച്ചുള്ള പ്രതിഷേധം രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് പറയുന്നവരുമുണ്ട് മറുവശത്ത്. മലയോര കർഷക മേഖലയുടെ വേരുകൾ പ്രവാസ ലോകത്തേക്കും പടർന്നിറങ്ങുന്നതാണ്. പ്രവാസ ലോകം വിലയിരുത്തുന്നത് എന്താണ്? വയനാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തത് ആരുടെ ഉദാസീനതയാണ്? പരിശോധിക്കുന്നു ഗൾഫ് 18. സ്വാഗതം. CPM നിരീക്ഷകനായ അനീഷ് മണ്ണാർക്കാടും കോൺഗ്രസ് നിരീക്ഷകനായ അജി കുര്യാക്കോസും ചേരുന്നു ചർച്ചയിൽ. രണ്ടുപേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അനീഷ്, വയനാട്ടിലെ സ്ഥിതി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറയുന്നത് കൊണ്ട് പ്രവാസ ലോകത്തു നിന്നുള്ള മലയാളികളും സാഗൂതപൂർവ്വം ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് നടക്കുന്നത് 2024 കാട്ടാനയുടെ ആക്രമണം, കൊലപാതകം, കാട്ടാനകളുടെ ആക്രമണം എന്ന് പറയണം, കടുവയുടെ സാന്നിധ്യം, അതിനെ തുടർന്നുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ഭയം, പേടിപ്പെടുത്തലൊക്കെ ഇതിനൊന്നും പരിഹാരമായിട്ടില്ല. ഇത്രയും ദിവസങ്ങളായിട്ട് പോലും ഇതിനെന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരമുണ്ടായിട്ടില്ല. ഈ വന്യമൃഗങ്ങളെ പിടികൂടാനായിട്ടില്ല, തിരിച്ചയക്കാനായിട്ടില്ല, ഒന്നുമില്ല. ഇത് ആരുടെ വീഴ്ചയാണ്? ഇത് ഭരിക്കുന്ന ഭരണകൂടം കൃത്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുമ്പോൾ, അത് ഇത്രയും ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ അതല്ലാതെ പിന്നെ എന്ത് മറുപടിയാണ് പറയാനുണ്ടാവുക? തീർച്ചയായും ആരും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ വയനാടിന്റെ പല പ്രദേശങ്ങളിലായി സംഭവിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏതെങ്കിലും ഒരു എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണമെന്നതിലേക്ക് കൂടി നമ്മൾ പോകണമെന്ന് തോന്നുന്നു. കർണാടകയിലെ വനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വരൾച്ചയുടെ ഭാഗമായി വെള്ളവും ഭക്ഷണവും കിട്ടാതെ വന്യജീവികൾ വയനാടൻ തീരത്തേക്ക് വരുന്നു, വയനാടൻ കാടുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. കർണാടക ഗവൺമെന്റ് പിടികൂടി കാട്ടിൽ കൊണ്ടാക്കിയിട്ടുള്ള ആനകളാണ് വയനാട്ടിൽ ഇറങ്ങി അക്രമം നടത്തുകയും ആളെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. നമ്മുടെ മുന്നിലുള്ളത് ഇത്തരത്തിൽ കൊണ്ടുവിട്ട ആനകൾ കൂടി വയനാട്ടിലെ കുറച്ചുകൂടി വെള്ളവും ഭക്ഷണവും കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു വരികയും അവർ അവിടെ തന്നെ മറ്റ് വയനാട്ടിലുള്ള കാടുകളിലുള്ള ആനകൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോ ഒരു സമീപ ഭാവിയിലൊന്നും കാണാത്ത രീതിയിൽ ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പൊക്കെ കണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും അതേ അവസ്ഥയിലേക്ക് വരികയാണ്. വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുകയും ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ ഒരുപക്ഷെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതിനെ ഇപ്പോൾ രാഷ്ട്രീയമായി കണ്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 1972 വന്യജീവി സംരക്ഷണ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം
സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാതെ നമുക്ക് ഇതിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ ഇതിനെ തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോ 460ഓളം ആളുകളെ ആദിവാസി മേഖലയിൽ നിന്ന് തന്നെ ഗവൺമെന്റിന്റെ ഈ കോഴ്സിലേക്ക്, വന്യജീവി സംരക്ഷണ വനമേഖല പരിപാലനത്തിന് വേണ്ടിയുള്ള കോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ 170 ആളുകളെ വയനാടിന്റെ വനമേഖലകളിലാണ് പോസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഏതെല്ലാം രീതിയിൽ വിഷയങ്ങൾ വരും. ഇപ്പോൾ ആന നാട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ പഴയ ഒരു രീതിയിലല്ല ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് അവരെ പിടിച്ച് വനതിർത്തിയിൽ കൊണ്ട് വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കുറെ കാലങ്ങളായി കണ്ടുവരികയാണ്. അപ്പൊ അതിനൊക്കെ ഹൈക്കോടതിയുടെ നിയമം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രതിരോധം ഒക്കെ വരുന്നുണ്ട്. പല ആളുകളും അതിനെ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. ആ ഒരു സാങ്കേതിക വിഷയം ഒരു വശത്ത് മാറ്റി നിർത്തിയാൽ പോലുമുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഒരു പ്രതിഷേധത്തെ എങ്ങനെ ഭരണകൂടം കാണുന്നു എന്നുള്ളതാണ്. ഒരല്പം മുൻപ് കേട്ടതാണ്. ഇത് പ്രതിഷേധം ആരുടെ ഭാഗത്തു നിന്നാണ്? ജനങ്ങളുടെ ഭാഗത്തു നിന്നാണോ? ചില വാട്സപ്പ് ഗ്രൂപ്പുകാരൊക്കെ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് വനം മന്ത്രി പറയുന്ന ഒരു സാഹചര്യം. നേരിട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ ശരിയായി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് അത്യന്തം വൈകാരികമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ അതേത് തരത്തിലായിരിക്കും ബാധിക്കുക? അത് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ ഈ 660 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് കേരള സർക്കാർ ഈ വന്യജീവി ആക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ പദ്ധതി നിഷ്കരുണം കേന്ദ്ര സർക്കാർ തള്ളിക്കളയാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MP-മാർ ആ പദ്ധതിയെ നടപ്പി ഒരു ചില്ലി പൈസ പോലും ഈ ബഡ്ജറ്റിൽ അതുമായി ബന്ധപ്പെട്ട് നീക്കി വെച്ചിട്ടില്ല. ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിനെ കാണാൻ. കേരള സർക്കാരിന്റെ ഭാഗത്തും ഉത്തരവാദിത്തമാണ്. കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റിന്റെ ഭാഗമായിട്ടാണ് ആനകൾ പുറത്തോടെ വരികയും ആളുകൾ ആക്രമിക്കുകയും രീതിയിലേക്ക് പ്രചരിക്കുകയും ആ രീതിയിലേക്ക് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായി സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന രീതി ഈ സമരത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി അത് ഒരു ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും അത് ഏതൊക്കെ നിന്ന് അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടായി. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ചെറിയ സാങ്കേതിക വിഷയങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അനീഷ്, ആ പോയിന്റ് വ്യക്തമാണ്. അജി കുര്യാക്കോസ്, ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾ ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട് എന്നറിയാത്തവരല്ല ഈ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുന്നവരും അതിന് ആഹ്വാനം നടത്തുന്നവരും. എന്നിട്ടും അതൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. സംസ്ഥാന സർക്കാരിനെതിരായി മാത്രമുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് മറുവശത്ത് നിൽക്കുന്നവർ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പുണ്ടാകും എന്ന് തോന്നുകയില്ലേ? ഇവിടെ ഇപ്പം എന്റെ സുഹൃത്ത് അനീഷ് ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ കർണാടകയിൽ നിന്ന് ഒരു വാഹനം കേരളത്തിലേക്ക് വരികയും ഇവിടെ വെച്ച് ഒരു ആക്സിഡന്റിൽ പെട്ട് കേരളത്തിലുള്ള ഒരു 3-4 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്താൽ അത് കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ കേട്ടത്. ഇപ്പൊ നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് 2 ആനകളെ ഈ അടുത്ത് പിടികൂടുകയുണ്ടായി, PT7-ഉം അരിക്കൊമ്പനും. ഈ 2 ആനകളെയും വിദഗ്ധമായ ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷം അവര് നാട് കടത്തിയിരിക്കുകയാണ്. ആ ആനകൾ നടന്ന് കർണാടകയിലേക്ക് പോയിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ ഈ മന്ത്രി എന്ന് പറയുന്നത്, നമ്മളിപ്പം ഞാനിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കാലങ്ങളായിട്ട് ഈ മലയോര മേഖലകളിൽ ഇത്തരം ഭീഷണികൾ ധാരാളം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ വനം വകുപ്പ് മാത്രമല്ല ഈ മന്ത്രിയുടെ കീഴിലുള്ളത്, വന്യജീവി സംരക്ഷണം എന്നുള്ള വകുപ്പ് കൂടി ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ്? വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കുന്നതിനും അവരുടെ സംരക്ഷണം നടത്തുന്നതിനും വേണ്ടിയുള്ള എന്ത് നടപടിയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഈ വന്യജീവി സംരക്ഷണം നടത്തുന്നതിന് കേരള സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ആദ്യം അറിയട്ടെ. നമുക്ക് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ല ഒന്നും ശരിയല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളൊന്നും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വളരെ ദുർലഭമായിട്ടേ ഉണ്ടാവാറുള്ളൂ.
അപ്പൊ ഇത് ഈ കേരളത്തെ പോലെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണത്തിലൂടെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതും സ്വത്ത് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അവരെ കൃഷികൾ നശിക്കുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് ഒരു ശാശ്വത പരിഹാരം അവർ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ കേരള ഗവൺമെന്റ് എന്ത് നടപടി എടുത്തു എന്നുള്ളത് മറ്റൊരു ചോദ്യം. അതിനിടയ്ക്ക് ശ്രീ അനീഷ് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടുകളെല്ലാം കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ്. അത് പല 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 ഫണ്ടിന്റെ കാര്യത്തിലായിരുന്നാലും UGC ഫണ്ടിന്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റുള്ള ലൈഫ് മിഷൻ ഫണ്ടിന്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ ഓരോ ഫണ്ടുകളുടെ കാര്യത്തിലും ഇത് എങ്ങനെയാണ് വകമാറ്റി ചെലവഴിക്കേണ്ടത്, അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ലാപ്സാക്കി കളയേണ്ടത് എന്നുള്ളതൊക്കെ കേരള സർക്കാർ കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഇവിടുത്തെ ചോദ്യം, പാവപ്പെട്ട ജനങ്ങൾ ഭീതിയിലാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ ഭീതി. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു പോലീസോ വനം വകുപ്പോ അവിടെ വന്ന് ആ സ്ഥലം പരിശോധിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലത്തെത്തി ഈ പാവപ്പെട്ടവർക്ക് ഒരു ചെറിയൊരു ആശ്വാസം നൽകുമ്പോൾ അവർ എത്രമാത്രം സ്വാതന്ത്ര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വനം വകുപ്പ്, വന്യജീവി വകുപ്പ് സംരക്ഷണ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഇതുവരെ സ്ഥലത്തൊന്ന് പോയി ഇവരുടെ ഈ പരിവേദനങ്ങളൊന്ന് കേട്ട് അത് എന്തെങ്കിലും ഒരു അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. പക്ഷേ ശ്രീ അജി കുര്യാക്കോസ് അത്യന്തം വൈകാരികമായിട്ട് പ്രതിഷേധിക്കുന്ന ഒരു ആൾക്കൂട്ടം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക, പോലീസ് വാഹനത്തിനെതിരെ ആക്രമണത്തിലേക്ക് കടക്കുക, പോലീസിനെതിരെ കല്ലെറിയുക മുതലായ വിഷയങ്ങളൊക്കെ വയനാട് പുൽപ്പള്ളിയിലൊക്കെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേഡം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വഴിയാത്രക്കാരനായ അജി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് മതിൽ ചാടി കടന്ന് ആന ഇടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഭീകരമായ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് SP അത് നടന്നു പോവുകയുണ്ടായി. ജനങ്ങൾ തടയുമെങ്കിലും SP ആ ജനങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അവിടേക്ക് നടന്നുപോയി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ കളക്ടർ അവിടെ എത്തുകയും ചെയ്തു. SP-യേക്കാളും കളക്ടറേക്കാളും സുരക്ഷയുള്ള ഒരു മന്ത്രിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെല്ലാം പോട്ടെ, 100-400 പേരുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനോട് പോകാമല്ലോ. ഈ വയനാട് എന്ന് പറയുന്നത് കേരളത്തിനകത്തുപെട്ട സ്ഥലമല്ലേ, എന്തുകൊണ്ടാണ് നമ്മളവിടെ പോകണം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു പൗരനും അവൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ MLA-യോ അല്ലെങ്കിൽ MP-യോ ഞങ്ങൾക്കൊരു ദുരിതമുണ്ടാകുമ്പോൾ അവിടെ വരണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ കല്യാണങ്ങൾക്ക് മാത്രമല്ലല്ലോ MP വരേണ്ടത്, അല്ലെങ്കിൽ ഒരു കല്യാണങ്ങൾക്ക് മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിയും വരേണ്ടത്, അവർക്ക് മരണാനന്തര ചടങ്ങിന് മാത്രമല്ലല്ലോ MLA-യും MP-യും മന്ത്രിമാരൊക്കെ വരേണ്ടത്. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച മന്ത്രിയും MLA-യും ഒക്കെ അവിടെ വരണമെന്ന്. അതുകൊണ്ടാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ന് ഇത്രയും വലിയൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിവെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്നത്, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എന്തിനാണ് സന്ദർശിക്കുന്നത്? ഇവർക്കൊരു ധൈര്യം കൊടുക്കണം, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ള ഒരു ധൈര്യം കൊടുക്കാനെങ്കിലും തീർച്ചയായിട്ടും അതൊരു ചോദ്യമല്ലേ ശ്രീ അനീഷ്, അതൊരു ചോദ്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാം. പക്ഷെ അപ്പോഴും ചില ഇടപെടലുകൾ എന്ന് പറയുന്നത് അത് എത്ര രാഷ്ട്രീയം കാണുമ്പോഴും അത് അധികൃതരിൽ നിന്ന് ജനം, പ്രത്യേകിച്ച് അരക്ഷിതത്വത്തിൽ നിൽക്കുന്ന ഒരു ജനം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഭാരത് ജോഡോ യാത്ര തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു നിലപാട്, ഒരു നീക്കം വനം വകുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വകുപ്പിന്റെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള വിമർശനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്, സഭയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന് പറയാതിരിക്കാൻ ശ്രദ്ധയ്ക്ക് ജാഗ്രതയ്ക്ക് നമസ്കാരം. ഫണ്ട് കേരള സർക്കാർ ചെറിയ സാങ്കേതിക വിഷയങ്ങൾ അനീഷ് പറയുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സാങ്കേതിക വിഷയങ്ങൾ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നു. ഈ വിഷയത്തിനകത്ത് ഞാൻ അനീഷിലേക്ക് തന്നെ തിരികെ എത്താം. അനീഷ്, എന്താണ് അതിനകത്ത് പറയുന്ന മറുപടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചില സാങ്കേതിക വിഷയങ്ങൾ അത് പരിഹരിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് അജി കുര്യാക്കോസിനോട് തന്നെ. അജി, ഇതിനകത്ത് കേന്ദ്ര നിയമങ്ങളുമായിട്ട് ഉന്നയിക്കപ്പെടുന്നുള്ള
വലിയ വിഷയങ്ങളുണ്ട്. അത് ഇതിനകത്തൊരു ഏകോപനം ഉണ്ടാക്കണം, സംയുക്തമായിട്ടൊരു വിഷയം ഉണ്ടാക്കണം. ഇന്നലെയും ഉണ്ടായിട്ടുള്ള വിഷയമല്ല, 40-40 വർഷമായിട്ട് വയനാട്ടിലെ സ്ഥിതി ഇതാണ്. അപ്പോൾ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വൈകാരികപരമായിട്ടുള്ള പ്രതിഷേധപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ല നടക്കേണ്ടത്. അതല്ലാത്ത രീതിയിലുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം. ഈ പ്രതിഷേധം നടത്തുന്നവരൊന്നും ഒരിക്കലും ആ ഒരു വിഷയം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെയോ നിയമങ്ങൾക്കെതിരെയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് മറുഭാഗത്തുള്ളവർ പറയുന്നത്. ഇപ്പം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയില്ലെങ്കിലും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ജനങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതിയെങ്കിൽ ജനങ്ങൾക്ക് കേന്ദ്രമാണോ സംസ്ഥാനമാണോ ഇതിനൊക്കെ പിന്നിലുള്ളതെന്നും അറിയേണ്ട കാര്യമില്ല. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്വത്തിനും ജീവനും കൃത്യമായിട്ടുള്ള സംരക്ഷണം വേണം എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും അവർ കാണുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ രാത്രി പുലി വന്ന് ആടിനെയോ പശുവിനെയോ ആക്രമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ റോഡിലേക്ക് ഇറങ്ങുന്നതിലോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിൽ കാര്യമില്ല. കാരണം അതിന് കൃത്യമായ പ്രതിവിധി ഞങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവരുടെ പണി എന്താണ്? ഈ ജനപ്രതിനിധികളുടെ പണി എന്താണ്? അനീഷ് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. അനീഷ് നേരത്തെ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യാം. സാങ്കേതിക വിഷയം ഞാൻ നേരത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ ഒരു ചർച്ചയുടെ സമയത്തും വന്യജീവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ സമയത്തും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി അജി കുര്യക്കോസ് കാണിക്കുന്ന ജാഗ്രതക്ക് നല്ല നമസ്കാരം പറയുകയാണ്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ സമയത്ത് കൂടി ഉന്നയിക്കാൻ കാണിക്കുന്ന ജാഗ്രതക്ക് അതിനുള്ള നല്ല നമസ്കാരം പറയുകയാണ്. അത് ഇപ്പോ ഇവിടെ 620 കോടി രൂപയുടെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ വന്യജീവിയുടെ ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതി യാതൊരു രീതിയിലുള്ള പരിഗണനയും കിട്ടാതെ പുറന്തള്ളപ്പെടുകയാണ്. ആ സമയത്ത് ഇടപെടേണ്ടുന്ന ആള് കേന്ദ്രത്തിന്റെ നമ്മുടെ വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതായി നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നു, ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഞാൻ നടത്തും. ആ സമയത്ത് 2019 സമയത്ത് 3-4 ആളുകൾ ഇതേപോലെ മരിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണത്തിനല്ല നമ്മൾ ഈ സമയത്ത് പോകേണ്ടത്. അങ്ങനെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് നമ്മൾ അല്ല. പക്ഷെ അപ്പോഴും അനീഷ്, ഇതിനകത്ത് നിങ്ങളൊക്കെ പുറത്തുനിന്ന് ഇത് നോക്കിക്കാണുമ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളിൽ തോന്നില്ലേ? 10 വർഷമായിട്ട് വന്യജീവി ആക്രമണം കൂടിയിരിക്കുന്നു, എന്തുകൊണ്ടൊരു കൃത്യമായ ഒരു പഠനം നടത്താൻ കഴിയുന്നില്ല? അതിലൊരു വലിയ വിരോധാഭാസമില്ലേ? ഇല്ല, കൃത്യമായ പഠനങ്ങളുണ്ട്. നമ്മുടെ വന്യജീവികൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ പഠനം നമുക്കിടയിലുണ്ട്, നമുക്കത് ലഭ്യമാണ്. വന്യജീവികളുടെ വർധന, ഇപ്പൊ നാട്ടില് ഈ തെരുവ് നായ്കളുടെ വർധനവ് പോലെ തന്നെ വന്യജീവികളുടെ വലിയ രീതിയിലുള്ള വർധനവുണ്ടാകുന്നു. അതിനെ നേരിടാൻ നമുക്ക് നിയമത്തിന്റെ പഴുതുകളുണ്ട്. ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും മൃഗസ്നേഹികളായിട്ടുള്ള പല ആളുകളും ഇതിനെതിരായിട്ട് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള നിയമം അമെൻഡ് ചെയ്യാതെ, അതിനെ പുനഃപരിശോധിക്കാതെ ഇത് നമുക്ക് പൂർണ്ണമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലില്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഈ നിയമത്തിൽ ഭേദഗതി, പാർലമെന്റിനാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി കഴിയുക. പാർലമെന്റ് അംഗങ്ങളായി പോയിട്ടുള്ള ആളുകളാണ് ഇതിൽ ഇടപെടേണ്ടത്. അവർക്കാണ് ഇതിൽ കൃത്യമായി ഇടപെട്ട് ഇതിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുക. ഈ കഴിഞ്ഞ MP-മാരുടെ യോഗം വിളിച്ച സമയത്തും ഈ ആവശ്യം മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും അതിന്റെ ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് കൃത്യമായി അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ അതിനുശേഷം മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഉന്നത അധികാര യോഗം വിളിച്ച സമയത്ത് ഏതാണ്ട് 250ഓളം പുതിയ ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 460 ആളുകളെ ഈ ആദിവാസി മേഖലയിൽ നിന്ന് ഈ ഫോഴ്സിലേക്ക് എടുത്ത സമയത്ത് അതിൽ 170 ആളുകളെ വയനാട് ജില്ലയിൽ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്.
ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ വന്യജീവികൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നിരീക്ഷിക്കാനുള്ള ക്യാമറ, അതായത് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധക്കാർ ഇതൊന്നും അറിയാത്തവരല്ല. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പുണ്ട് എന്നുള്ളൊരു ആരോപണമാണോ? നേരത്തെ വനമന്ത്രി പറഞ്ഞതുപോലെ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇതിന്റെ പിറകിലുണ്ട്. അങ്ങനെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം വരുന്നില്ലല്ലോ. 2019 മുതൽ 5 വർഷക്കാലം ഈ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗപ്പെടുത്തി എന്തെല്ലാം ചെയ്തു എന്ന ചോദ്യം നമുക്ക് ചോദിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പാർലമെന്റിനകത്ത് ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തി പറയണ്ടേ? അദ്ദേഹം ഇപ്പോ ഏതോ യാത്ര നിർത്തിവെച്ച് ഇവിടെ എത്തിച്ചേർന്നു എന്നൊക്കെ പറയുന്നത്. നോക്കൂ, നമ്മളൊക്കെ ഇവിടെ ഉള്ള ചോദ്യം എന്നോടായതുകൊണ്ട് അനീഷ് ഒരു കാര്യമുണ്ട്. ഏതോ ഒരു യാത്രയല്ല, അത് നിങ്ങൾക്ക് തോന്നും ഏതോ നവകേരള സദസ്സ് പോലെ ഒരു തീർത്ഥയാത്രയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ വിഷയം. ഏതോ ഒരു ഏതോ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നതിന് താങ്കളുടെ ഒളിപ്പില്ലായ്മയാണ് ഞാൻ പറയുന്നുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തെ ലോക്സഭയിലെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ലോക്സഭയിൽ ചോദ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് കൃത്യമായ ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. കേരള സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ലോകസഭയിൽ ഉന്നയിച്ച് മാറ്റം വരുത്തേണ്ടുന്ന നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏതോ ഒരു യാത്ര എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിച്ച് തീവ്രമായ ഒരു കമ്മിയായിട്ട് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കണ്ട. നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരല്ലോ, കേരളം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരല്ലോ ഈ കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. എന്ത് നിങ്ങൾ പറഞ്ഞാലും കൺകറന്റ് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക്. ഇതൊക്കെ കിട്ടുന്ന ക്യാപ്സ്യൂൾ വിഴിഞ്ഞിട്ടാണ്. ഈ വന്യവകുപ്പ് ജീവി സംരക്ഷണത്തിന് കേരളത്തിന് ഫണ്ട് അനുവദിക്കാവുന്നതാണ്. സോളാർ ഹാങ്ങിങ് ഫെൻസിങ് നിങ്ങൾ മനസ്സിലാക്കണം. സോളാർ ഹാങ്ങിങ് ഫെൻസിങ് വെക്കാനായിട്ട് കേരള സർക്കാരിൽ ഇതേപോലെ തന്നെ വയനാട്ടിൽ നിന്ന ടി സിദ്ദിഖ് അദ്ദേഹം ചോദ്യം എഴുതി കൊടുത്ത് അദ്ദേഹം ചോദ്യം ഉന്നയിച്ച് ഈ ബഡ്ജറ്റിനകത്ത് അത് വകയിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഈ ബഡ്ജറ്റിനകത്ത്, ഈ കേരള ബഡ്ജറ്റിനകത്ത്, കഴിഞ്ഞ വർഷത്തെ കേരള ബഡ്ജറ്റിനകത്ത് എത്ര രൂപ വന്യവകുപ്പ് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊന്ന് പറയാവോ? അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു പഠനം നടത്തിയ പഠനത്തിനകത്ത് ഈ മറ്റേ വന്യജീവികളുടെ എണ്ണം പെരുകിയത് കൊണ്ടല്ല വന്യജീവികൾ വരുന്നത്, അവർക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ മറ്റുള്ള സൗകര്യങ്ങൾ അതിനകത്ത് ലഭിക്കുന്നില്ല. ഇപ്പൊ അത് ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പഠനം. അല്ലാതെ വന്യജീവികളുടെ എണ്ണം പെരുകി അവര് സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്ക് കുട്ടികളുണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന ഈ ന്യായീകരണം ഉണ്ടല്ലോ, അത് വളരെ തെറ്റാണ്. അവർക്ക് കുട്ടികളുണ്ടാവുന്നതുകൊണ്ട് കൂടുതൽ വന്യജീവികൾ ഇറങ്ങി വരുന്നു എന്നൊക്കെയാണ് താങ്കളുടെ ന്യായീകരണം. അതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുകളാണ്. അതല്ലാതെ അല്ല പറഞ്ഞല്ലോ, വന്യജീവികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് വന്യജീവികൾ വരുന്നത്. അല്ലെന്നേ കൃത്യമായ പഠനമുണ്ട്. അതായത് വന്യജീവികൾക്ക് കാട് വെട്ടി നശിപ്പിക്കുകയും കാട്ടിൽ കിട്ടുന്ന റിസോഴ്സസ് അവർക്ക് വന്യജീവികൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായ റിസോഴ്സുകൾ ഇല്ലാതിരിക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാതിരിക്കുമ്പോൾ ഭക്ഷണവും വെള്ളമുള്ള സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനീഷ അവസാനിപ്പിക്കട്ടെ. യെസ് അനീഷ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, സമയപരിമിതി ഒരു 30 സെക്കൻഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. അതെ ഞാൻ പറഞ്ഞത് അതാണ്. ഇപ്പോ വക്കീല് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഏതാണ്ട് ഈ വസ്തുത എത്തിച്ചേർന്നിരിക്കുന്നു. കർണാടക അതിർത്തിയിലുണ്ടായിട്ടുള്ള വലിയ വരൾച്ചയുടെ ഭാഗമായി ആ കാട്ടിലുണ്ടായിരുന്ന വന്യമൃഗങ്ങൾ കൂടി നമ്മുടെ പ്രദേശങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ വന്യജീവികൾ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വരികയും ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് നിയമത്തിൽ ഭേദഗതി വരുത്തിയേ പറ്റൂ. ഇത്തരത്തിൽ ഇറങ്ങി വരുന്ന വന്യജീവികളെ നേരിടാനും മനുഷ്യനെ രക്ഷിക്കാനും വേണ്ടി ചില സമയത്ത് ഈ ഇത്തരത്തിലുള്ള വന്യജീവികളെ നമുക്ക് നേരിടേണ്ടി വരും. അവരെ ഒരുപക്ഷെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. ആ സാഹചര്യം നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യജീവികളെ
ഒരുപക്ഷെ നേരിടാനുള്ള ഓക്കെ ഞാൻ സമയപരിമിതി കൊണ്ട് ഒന്ന് പല വിഷയങ്ങളാണ് പ്രകൃതി ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനകത്ത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുരക്ഷിക്കല്, കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി വരുത്തല്, അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഉത്തരവുകൾ ഇറക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇതാണ്. ഇതെല്ലാം സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പല ജീവനുകളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഏത് തരത്തിലാണ് പ്രവാസ ലോകത്തുനിന്ന് കൂടി ഈ വിഷയം ശരിക്കും നിരീക്ഷിച്ചതെന്ന് കൂടിയാണ് പരിശോധിച്ചത്. ഏതായാലും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഇരുവശത്തുനിന്നും ഉയരുന്നത്. സമയപരിമിതി കൊണ്ട് എനിക്ക് വീണ്ടും നിങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത് അരമണിക്കൂർ വളരെ പെട്ടെന്ന് പോയതുകൊണ്ട് കൂടിയാണ്. അതിൽ ഖേദിക്കുന്നു. ശ്രീ അനീഷ് മണ്ണാർക്കാട് ഒപ്പം അജി കുര്യാക്കോസ്, വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. ഗൾഫ് 18 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.